അപ്പോൾ ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മാനുമേവർ. അപ്പോൾ ഗൈസ്, മൈൻക്രാഫ്റ്റ് സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ ഒരു വില്ലേജർ ബ്രീഡ് ഉണ്ടാക്കിയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ട്രെയിനിങ് ഹാളിൻ്റെ പരിപാടി ഞാൻ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതിനകത്ത് ഒരു രണ്ടാമത് ചാടിപ്പോയായിരുന്നു. ഇമാർ ഇതിനകത്ത് പിടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു എൻ്റർമാൻ്റെ കയ്യിൽ ഒരു ഗ്രാസ് ബ്ലോക്ക് ഉണ്ട്, വെളിപ്പോലെ പോയി. മരപ്പര ശല്യമാണ്. ഇവന്മാർ കറക്റ്റ് ഞാൻ അതിൻ്റെ ഉണ്ടാക്കിയ ഒരു ഗ്ലാസ് പൊട്ടിച്ച് ഞാൻ അറിയാതെ അതിനകത്തുനിന്ന് തന്നെ വെളിയിറങ്ങി ചാടി കയറാം. അതിൻ്റെ അകത്ത് കയറി ഒരു ബ്ലോക്ക് മാറ്റി. അയ്യോ, ഗ്രാവലത് കുഴപ്പമൊരു എൻ്റർപ്പേൾ കിട്ടുമായിരിക്കും. പിന്നെ ഗൈസ്, ഇന്നത്തെ വീഡിയോ വിശാൽ ബ്രോയ്ക്കും പോപ്പി ബ്രോയ്ക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ട്രെയിനിങ് ഹാൾ ഞാൻ ഫുള്ള് ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. കുറച്ച് ടൈമിൻ്റെ വിഷയമുണ്ട്. ഇപ്പോൾ അധികം ടൈം കിട്ടാറുണ്ട് കളിക്കാൻ. എൻ്റെ വിഷയമാണ്, അത് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ റെയിൽ വെച്ച് കഴിഞ്ഞാൽ അവർ പോവും. ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് റെയിൽ കൊണ്ടുവന്നായിരുന്നു. അയ്യോ പറഞ്ഞല്ലോ, അത് ഞാൻ പറഞ്ഞത് പോയി. മരി കയറുന്നില്ല, അടി ഓടിച്ചെടുക്കാം. ഇവിടെ വാ. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് ഇത് കൊണ്ടുവന്നായിരുന്നു, അയൺ കൊണ്ടുവന്നിട്ടായിരുന്നു റെയിലിൽ. ഈ അയൺ അപ്പി പോയി ഞാൻ ഒരു 2000 ബ്ലോക്ക് പോയി. അപ്പോഴത്തേക്ക് ഞാൻ 2 വില്ലേജ് കണ്ടുപിടിച്ചു. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടി. ചാടിപ്പോലും അത് പറ്റില്ല. കയറുന്നില്ല. പക്ഷേ ആ 2000 ബ്ലോക്ക് പോയി. കുറേ 2 വില്ലേജ് കണ്ടുപിടിച്ചേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അത് ഒഴിക്കട്ടെ. അമ്മമാരെ എന്തായി? പക്ഷേ അമ്മമാരെ ഫുള്ളൊന്ന് എങ്ങനെയല്ലോ ഒപ്പിക്കട്ടെ. ഞാൻ ചാവൂ, സഫോക്കേറ്റ് ആവൂ? ഇല്ല, അമ്മമാർ ഒരു ബ്ലോക്ക് കയറ്റേ ഉള്ളൂ. സഫോക്കേറ്റ് ചാകാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അറിയിപ്പില്ല. അപ്പോൾ ഇവിടെ ഒരു ബോട്ട് വെച്ചാൽ മതി. ബോട്ട് റെയിൽ. ഒരു 2 അമ്മമാർ വന്നു. ഒരുത്തന്നെ അത് തരണമല്ലോ. ഒരുത്തൻ ഇതിനകത്ത് കയറ്റിയിട്ട് നമുക്ക് വെള്ളമുണ്ട്. ഒരുത്തന്നെ ഇവിടെ ബോട്ടെ വില ഇരുത്തിയേക്കാം. കയറാം. അവൻ കയറി. നീ ഒരു മണ്ടൻ. 2 പേര് ബോട്ട് കിട്ടി. അപ്പോൾ ഇതിങ്ങോട്ട് വെച്ച് ഇവിടെ ഓക്കെ. അപ്പോൾ ഈ മണ്ട കയറുന്നില്ല. ഇവിടെ വട കയറിയെന്ന് പഠിച്ച് കയറി. ഏതാ എൻ്റെ ബുദ്ധി? അപ്പോൾ കഴിച്ച് ഞാൻ ഈ ഒരു മണ്ടനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ കഴിച്ച് ഞാൻ മറ്റവനെ മണ്ടക്കോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഇവനോട് ഉള്ളൂ. ഇനി വലുതാന്ന് പേര് വെയിറ്റ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വേറെ മൈൻഡ് കാട്ടില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ഇവനൊന്ന് വളർന്ന് വലുതായിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, എൻ്റെ ഭാഗ്യക്കേട്ടിന് ഈ ഒരു മണ്ട ഗ്രീൻ കോട്ടാണ്. ഇവനെ വെച്ച് നമുക്ക് ഗെയിമിൽ ട്രേഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവനെ കൊല്ലുന്ന കളയണം. ചകട, എന്തിനാടാ നീ ജീവിച്ചിട്ട്? കുഴപ്പമില്ല, നമുക്ക് വേറൊരുത്തനെ കൊണ്ട് മേലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഗൈസ്, ഇവനെ ഞാൻ കൊന്നതുകൊണ്ട് അവിടെ ഒരു ബെഡ് ഫ്രീ ആയി. അപ്പം ഒരുത്തനും കൂടി ഇപ്പം ബ്രീഡാകേണ്ടതാണ്. ഒരുത്തനും കൂടി ഇവിടെ വരേണ്ടതാണ്. ഒരു മിനിറ്റ് അങ്ങനെ മേളിക്കട്ടോ. ഈ ബൈക്ക് കൊടുക്കാറാം. ഗൈസ്, ഇപ്പം ഒരുത്തനോടിപ്പോൾ വരേണ്ടതാണ്. ഐ തിങ്ക് ആണത് ഉണ്ടായി. ഇത് പറ്റുവാണെ കാണാം ഇത്. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് ഇവിടെ വർക്ക് ആകുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ട്രെയിനിങ് ഹാളിൻ്റെ നിന്ന് 100 ബ്ലോക്ക് ദൂരത്തിലായിരിക്കണം നമ്മുടെ ഈ ഫാം ഇരിക്കുന്നത്. പക്ഷേ എൻ്റേത് 100 ബ്ലോക്ക് ദൂരത്തിലല്ല. അതുകൊണ്ട് ഞാൻ കുറേ അധികം ബെഡ് വെച്ച് കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ 2 ബ്ലോക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അത് ഡെർട്ടാക്കണം. ഇല്ലെങ്കിൽ ആ ബേബി വില്ലേജർ വരില്ല. ഇപ്പോൾ കേട്ടാ, ഇത് എവിടെ നിൽപ്പുണ്ട്? ഇതിനകത്ത് ഓൾറെഡി ഒരു നിൽപ്പുണ്ട് കേട്ടോ. ഇവനത് കുഴപ്പമില്ല. അവ ഒഴുകി വരുന്നുണ്ട്. ഒഴുകി പൊട്ടിച്ച് ഞാൻ വിളിച്ചാടുമാർ. ഗ്ലാസ് ഉണ്ട്. പൊട്ടിച്ച് മറ്റേ വന്ന് പൈസ മറ്റവന് വന്നിട്ടുണ്ട്. പൈസ തിരിച്ച് കയറാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇവന്മാർ വളർന്നിട്ട് ആ മേളിലോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഈ വില്ലേജർ പൊട്ടന്മാർ എപ്പോഴും എനിക്ക് പണിയാണ്. ഇതേണ്ട കേട്ടോ ഓടി നടക്കും. ഗൈസ്, ഞാൻ ഒരു ഗ്ലാസ് പൊട്ടിച്ചിട്ട് ഞാൻ പിന്നെയും പോയി പൊട്ടിച്ചെന്ന് തോന്നുന്നു. അവന്മാരെങ്ങനെയോ വെളിച്ചാടി. ഇത് വെളിച്ചാടിയെന്ന് എനിക്കൊരു പിടിയില്ല. ഇവന്മാർ പെടുത്ത ഒരു വഴിയുണ്ട്. ഇപ്പം നമ്മൾ ഈ ബെഡ് വെച്ച് എല്ലാം കൂടെ ഒരു സ്ഥലത്ത് ആണെങ്കിൽ അവിടെ കുറച്ച് റെയിൽ വെച്ചിട്ട് അവിടെ ഒരു മൈൻകാട്ട് വെച്ചാൽ മതി. അവന്മാർ വരുമ്പോൾ ആ മൈൻകാട്ടിനകത്ത് കയറാനുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ബ്ലോക്ക് വെക്കണം. ഡേർട്ട് വെച്ചാൽ ഒരു ബ്ലോക്ക് കയറ്റി മതി. അവന്മാർ കയറിക്കോളും. കയറും. ഒരുത്തനെ ഞാൻ ഇവിടെ ഈ മൈൻകാട്ട് കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഗൈസ്, ഞാൻ കാണിച്ചു തരാം. മേളോട്ട് പോയി 1 മിനിറ്റ്. ഈ മണ്ടനെ അങ്ങോട്ട് കയറ്റി വിടണമല്ലേ, അങ്ങോട്ട് തള്ളി. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു പവർ റെയിലും വെച്ചിട്ട് ആ ഒരു റെഡ് സ്റ്റോൺ ടോർച്ച് വെച്ചിട്ടുണ്ട്, ആ ഒരു പവർ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഗൈസ്, ഞാൻ ഈ മണ്ടനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം.
അപ്പോൾ ഗൈസ് ഇവനെ ഇങ്ങ് കൊണ്ടുവന്ന് ഇത് ഇവിടെ ടാപ്പ് ഡോർ വെക്കുക. അപ്പോൾ ഈ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിങ്ങ് എടുത്തേക്കാം. അയ്യോ ബേബി ലെതർ ഗൈസ് ഞാൻ മറന്നുപോയി. ചെയ്യൂ. അപ്പോൾ ഗൈസ് ഞാൻ ആ ഒരു മണ്ടനെ എവിടെ ഇരുന്ന് പിടിച്ച് വെച്ചിട്ടെ. അപ്പോൾ ഗൈസ് കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഇവനെ ആ ഒരു ഡേർട്ട് വെച്ച് ഞാൻ അവിടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പം വെളിച്ചാടില്ല. ഇത് വെളിച്ചാടി പോകാതിരിക്കാൻ വേണ്ടി വെച്ചാണ്. ഇവന്മാരെപ്പോഴും ശല്യമാണ്. ഗൈസ് ഞാൻ മണ്ടത്തരം കാണിച്ചു. അവനെ ആ ഒരു ബേബി വില്ലേജറാന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അവനെ ആ ഒരു മൈൻകാട്ടിൽ തന്നെ അവിടെ തന്നെ ഇരുത്തിയിരുന്നാൽ മതിയായിരുന്നു, വെറുതെ പൊട്ടിച്ചെടുക്കണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഞാൻ ആ ഒരു ട്രെയിനിങ് കാണേണ്ട പരിപാടി ഫുള്ള് തീർത്തിട്ട് ഞാൻ നല്ല അപ്ഡേറ്റ് ചെയ്യാം. ഇല്ലേ ഭയങ്കര ലെങ്ത് ആകും വീഡിയോ. അപ്പോൾ ഗൈസ് വലിയൊരു പ്രൊജക്റ്റ് ഞാൻ ഇപ്പോൾ തീർത്തിട്ടുണ്ട്. ട്രേഡിങ് ഹാള് ഇത് തീർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ലാസ്റ്റ് ഒരു 90% നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആയി. ഈവനിങ്ങോ ഈ ലെക്ടണിങ്ങോ. അപ്പോൾ ഗൈസ് ഞാൻ 2 ഫാമേഴ്സിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ലെക്ടൺ അവിടെ ഇപ്പം ഒരു മെനക്കിരിക്കട്ട് അവൻ എടുത്തിട്ടുണ്ട് പണി. ഇവനും എടുത്തിട്ടുണ്ട്. ഇവനെന്താ ട്രേഡ് ചെയ്യുന്നത്? കേസ് ഓഫ് ബൈൻഡിങ്ങാ. നല്ല തുടക്കം. അപ്പോൾ ഗൈസ് ഈ ഒരു പരിപാടി ഞാൻ തീർത്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു പണി നമ്മുടെ തീർന്നിട്ടുണ്ട്. അയ്യോ. അപ്പോൾ ഗൈസ് ഈ ഒരെണ്ണം ഉണ്ടാക്കാൻ തന്നെ എനിക്കിപ്പോൾ ടോട്ടല് നമ്മുടെ ഒരു 4-4.5 മണിക്കൂർ എടുത്തു കാണും ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ. 4.5 മണിക്കൂറല്ല, അത് കൂടുതൽ എടുത്തു. അപ്പോൾ ഗൈസ് ഞാൻ 2 ഫാമേഴ്സിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവന്മാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആ ഒരു ഗോൾഡൻ ക്യാരറ്റ് മേടിക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളമാരൊക്കെ ഒഴിക്കിട്ട് ഇവൻ്റെ ബീട്രൂട്ടാണ് അവന് സെയിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഗൈസ് ഈ ലൈബ്രറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇവനെ മാറ്റി വെക്കാം. ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ബുക്ക് ഷെൽഫും ലാക്ടം പൊട്ടിച്ചിട്ട് അത് പിന്നെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആ ഒരു ട്രേഡ് മാറ്റിയില്ല. ഇപ്പോൾ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. പൊട്ടിക്കുക, എടുക്കുക, വെക്കുക, ഇപ്പം മാറ്റും. ഗെയിമിനെന്ത് പറ്റി? വെച്ച് എൻ്റെ ഇപ്പം 4 ആണ് ഇങ്ങനെ വരണ്ടേ? അല്ലല്ലോ. കണ്ട ഗൈസ് ബുക്ക് വന്നു. നമ്മളിങ്ങനെ ചെയ്ത് നല്ല എൻജോയ് നല്ല പ്രൈസ് കിട്ടണം. അപ്പോൾ ഞാൻ അതിൽ കിട്ടുക ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ് ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നല്ലൊരു എൻജോയ് എനിക്ക് കിട്ടി. കുറച്ച് നേരം വെച്ചപ്പോൾ തന്നെ കിട്ടി ഇൻഫിനിറ്റി. പക്ഷേ ഇപ്പം ഞാൻ ഇൻഫിനിറ്റി യൂസ് ചെയ്യുന്നില്ല. ആ ഒരു ബോയിലോട്ട് ഞാൻ മെൻഡിങ് ആഡ് ചെയ്യാൻ പോണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫ്ലെച്ചറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു ഇവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ആ ഒരു 16 ഒരു എംബ്രോയിഡറി മേടിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഫ്ലെച്ചറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ആ സ്റ്റിക്ക് കൊടുത്ത് ട്രേഡ് ചെയ്ത് നമുക്ക് കുറേ എമറാൾഡ് ഒപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രം ഞാൻ ഇൻഫിനിറ്റി ആഡ് ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ ഇൻഫിനിറ്റിയാണ് ബെസ്റ്റ് വൺ ഫോർ എ ബോ. അപ്പോൾ ഗൈസ് ഞാൻ പോയി ആ ഒരു കുറച്ച് വുഡ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫ്ലെച്ചറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് കുറച്ച് എമറാൾഡ് ഒപ്പിക്കാം. അപ്പോൾ ഞാൻ അതിനൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് നേരം പോയിട്ട് ഒരു 4 സ്റ്റാക്ക് വുഡ് 6 ലെതറും കൊണ്ടുവന്നു. ഈ ലെതർ നമുക്ക് ആ ഒരു ബുക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് നൈസ് തിങ്. അപ്പോൾ ഗൈസ് ഞാൻ ഒരു ഫ്ലെച്ചറിൻ്റെ കൈ കൊടുത്ത് നമുക്കത് എമറാൾഡ് ആക്കാം. ആ ഒരു സ്റ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ട്രേഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അവർ ലോക്ക് ചെയ്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു മിനിറ്റ്, അതവിടെ ഇരിക്കടി. ഗ്രെയിൻ സ്റ്റോൺ ഞാൻ ഇത് പൊട്ടിച്ച് മാറ്റിയായിരുന്നു. ഇവന്മാർ ഇതിൽ നിന്ന് മറ്റേ വർക്ക് എടുക്കുമായിരുന്നു. ആ ബ്ലാസ്റ്റ് ഫർണസും വെക്കണമായിരുന്നു. അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ തൽക്കാലം ഒരു കോളേജിനകത്ത് വെച്ചേക്കാം. സ്ലാബ് കൈ ആക്സിഡൻറ്റ് പുറക്കി വെച്ചേക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഞാൻ കുറേ ഒരു സ്ഥലത്തോട്ട് പോയിട്ട് അവിടെയുള്ള വുഡെല്ലാം എടുത്തുകൊണ്ടാണ് വന്നത്. ആ ഒരു സ്ഥലത്തുള്ള ഫുള്ള് മരം ഞാൻ വെട്ടിക്കൊണ്ട് വന്ന്. ഇത്ര ഉള്ളായിരുന്നു അവിടെ. അപ്പോൾ ഗൈസ് ഇവന്മാർ കൈ കൊടുക്കണമെങ്കിൽ സ്റ്റിക്ക് വേണം. ഒരു മിനിറ്റ്, ഇതെല്ലാം കളഞ്ഞ് ആ സ്ലോട്ടൊന്നും നമ്മൾ ഫ്രീ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്ക് ഉണ്ടാക്കണേ ആദ്യം പ്ലാങ്ക് ആക്കി നമുക്ക് ഫുള്ള് സ്റ്റിക്കാക്കി അമ്മറ കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർക്ക് വേണ്ടി കൊണ്ടുവന്ന് ഇങ്ങനെ ഇത് 32 സ്റ്റിക്കിന് ഒരു എമറാൾഡ്. അപ്പോൾ നമ്മളിങ്ങനെ ട്രേഡ് ചെയ്ത് ഫുള്ള് കാരണം ഞാൻ ഇന്ന് കഴിഞ്ഞാൽ റിച്ച് ആകുന്നതാണ്. അപ്പോൾ ഗൈസ് അമ്മ ആ ട്രേഡ് ലോക്ക് ചെയ്ത് അതിനെ അൺലോക്ക് ചെയ്യണം. അതിന് കുറേ ടൈം എടുക്കും. ഇല്ലെങ്കിൽ അമ്മ ചില സമയത്ത് അവന്മാർ നേരത്തെ അൺലോക്ക് ചെയ്യും. സിമൻ്റിൽ നമ്മൾ ലോക്ക് ചെയ്തു ഇല്ല, സ്റ്റിക്ക് തീർന്നു. അപ്പോൾ ഗൈസ് അതിന് നമുക്ക് അത് പ്ലാങ്ക് ആക്കാം. അത് ഫുള്ള് നമുക്ക് പ്ലാങ്ക് ആക്കിയേക്കാം. എന്നിട്ട് നമുക്ക് അത് സ്റ്റിക്കാക്കാം. കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഗൈസ് അപ്പം ഈ ഒരു സംഭവം കൊണ്ട് നമ്മുടെ ഗെയിം ഇച്ചിരി കൂടെ നല്ലപോലെ ഈസിയാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എൻചാൻറ്റ്മെൻറ്റ് ആർമർ
ഫുഡ് എല്ലാം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നല്ലൊരു ആർമർ സെറ്റാക്കണം. എന്നുവെച്ചാൽ ഫുൾ എൻജോയ്മെൻറ്റൊക്കെ ഉള്ള നല്ലൊരു ആർമർ. അപ്പോൾ ഗൈസ് അപ്പം കാണുന്നവരൊക്കെ സബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് 38 എമറാൾഡ് ആയിട്ടുണ്ട്. 38 എമറാൾഡ് ഞറിച്ച് ഏതാ. അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ വലിയൊരു പണി തീർത്തിട്ടുണ്ട്. അപ്പം എന്തി അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക. അപ്പം ടാറ്റ ബൈ ബൈ.